നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യമൻ തലസ്ഥാനമായ സനയിലെ ഹൂതി സൈനിക കേന്ദ്രങ്ങൾ വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ. പ്രസിഡന്റ് കൊട്ടാരത്തിന് സമീപമുള്ള സ്ഥലങ്ങളിലും വൈദ്യുത നിലയങ്ങളിലും ഇന്ധന സംഭരണ കേന്ദ്രങ്ങളിലുമാണ് ആക്രമണം നടത്തിയത് എന്നാണ് ഇസ്രായേൽ സൈന്യം അറിയിച്ചത്. ഹൂതി സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിന് നേരെ ആവർത്തിച്ച് നടന്ന ആക്രമണങ്ങൾക്കുള്ള മറുപടിയാണ് ഇതെന്നാണ് വിശദീകരണം. ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടതായാണ് ഹൂതി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എണ്ണ കമ്പനിക്ക് നേരെ നടന്ന ആക്രമണത്തിലാണ് 2 പേരും കൊല്ലപ്പെട്ടത്. 5 പേർക്ക് പരിക്കേറ്റെന്നും ഹൂതികളുടെ അൽ മസ്റ TV റിപ്പോർട്ട് ചെയ്തതെന്ന് അന്താരാഷ്ട്ര വാർത്താ ഏജൻസി വ്യക്തമാക്കി. സ്നായിലയിലെ പ്രസിഡന്റ് കൊട്ടാരം ഹൂതി പ്രവർത്തകർ നിയന്ത്രിക്കുന്ന സൈനിക കോമ്പൗണ്ടിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ഇവിടം ആക്രമിച്ചതിന്റെ കാരണമായി ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയത്. ഇസ്രായേലിന് നേരെ ബാലിസ്റ്റിക് മിസൈൽ തൊടുത്തുവിട്ടതായി ഹൂതികൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇതിന്റെ പിന്നാലെയാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണവും ഉണ്ടായിരിക്കുന്നത്. ഹമാസിനെതിരെ ഗാസയിൽ ഇസ്രായേലിൽ യുദ്ധം ആരംഭിച്ചതു മുതൽ ഹൂതികൾ പലസ്തീൻ ഐക്യദാർഢ്യവുമായി രംഗത്ത് വന്നിരുന്നു. ചെങ്കടലിൽ ഇസ്രായേലിന്റെ കപ്പലുകൾ ഹൂതികൾ ആക്രമിച്ചിരുന്നു. ഇതിന് മറുപടിയായി ഹൊദൈദ തുറമുഖം ഉൾപ്പെടെ ഹൂതി നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിലും ഇസ്രായേലും ആക്രമണം നടത്തിയിരുന്നു. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വ്യോമ പ്രതിരോധ സംവിധാനം വിജയകരമായി പരീക്ഷിച്ചെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അറിയിച്ചു. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ വികസിപ്പിച്ച ഇന്റഗ്രേറ്റഡ് എയർ ഡിഫൻസ് വെപ്പൺ സിസ്റ്റത്തിന്റെ പരീക്ഷണമാണ് വിജയകരമായി നടത്തിയത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:30 പരീക്ഷണങ്ങൾ നടത്തിയത്. തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത 3 ആയുധങ്ങൾ ഉപയോഗിച്ചായിരുന്നു പരീക്ഷണം. ക്വിക്ക് റിയാക്ഷൻ സർഫേസ് ടു എയർ മിസൈൽ, അതായത് QRSAM, വെരി ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം, ഹൈ പവർ ലേസർ ഡയറക്റ്റഡ് എനർജി വെപ്പൺ എന്നിവയാണ് ഇതിനായി ഉപയോഗിച്ചത്. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ലബോറട്ടറി നിർമ്മിച്ച ഒരു കേന്ദ്രീകൃത കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററാണ് പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചത്. റിസർച്ച് സെന്റർ, ഇമാറത്ത്, സെന്റർ ഫോർ ഹൈ എഞ്ചിനീയർ സിസ്റ്റംസ് ആൻഡ് സയൻസ് എന്നിവ ചേർന്നാണ് വെരി ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം, ഹൈ പവർ ലേസർ ഡയറക്റ്റഡ് എനർജി വെപ്പൺ എന്നിവ വികസിപ്പിച്ചത്. 2 അതിവേഗ ഫിക്സഡ് വിങ് യുവികളും ഒരു മൾട്ടി കോപ്സ് ഡ്രോണുമാണ് പരീക്ഷണത്തിന്റെ ഭാഗമായി ഉപയോഗിച്ച ലക്ഷ്യങ്ങൾ. ചാന്ദിപൂരിലെ ഇന്റർഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ച് വിന്യസിച്ച റേഞ്ച് ഉപകരണങ്ങൾ ഫ്ലഡ് ഡാറ്റ പകർത്തി ഫലങ്ങൾ സ്ഥിരീകരിച്ചു. മുതിർന്ന DRDO ശാസ്ത്രജ്ഞരും സായുധ സേനാ പ്രതിനിധികളും പരീക്ഷണത്തിൽ പങ്കെടുത്തു. സ്വന്തം സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഒരു മൾട്ടി ലെയേർഡ് എയർ ഡിഫൻസ് ഷീൽഡ് സൃഷ്ടിക്കുന്നതിൽ നിർണായക ചുവടുവെപ്പാണിതെന്ന് DRDO ചെയർമാനും പ്രതിരോധ ഗവേഷണ വികസന ഡയറക്ടറുമായ ഡോക്ടർ സമീർ V. കാമത്ത് പ്രതികരിച്ചിരുന്നു.